റിയാലിറ്റി ബൈ ശാരിക. ശാരിക മേഡം വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്താ പറഞ്ഞത് എന്ന് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കുറച്ച് വണ്ടിയൊക്കെ ചളിപ്പെട്ട് കിടക്കണേ, കഴുകിയില്ല. ഒന്ന് കേട്ടോ കേട്ടാ. ഭയമില്ല, പക്ഷപാതമില്ല, വിട്ടുവീഴ്ച ഇനി ഒട്ടുമില്ല. ദിസ് ഇസ് റിയാലിറ്റി ബൈ ശാരിക. റിയാലിറ്റി ഞാൻ എവിടെയും പറയും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. എൻ്റെ ചാനലിൻ്റെ പേര് റയർ റീൽസ് എന്നുള്ളതാണ്. റയർ ആയിട്ടുള്ള കാര്യങ്ങൾ റീൽസിലൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. താങ്കളുടെ ചാനലിൻ്റെ പേര് എന്താണ്? റിയാലിറ്റി ബൈ ശാരിക. പക്ഷെ എത്രത്തോളം റിയാലിറ്റി ആണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഡ്രാമറ്റിക് നാടകീയത. ഓക്കെ, എന്താ വിഷയം എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? വെർബൽ റേപ്പ്. എൻ്റെ പൊന്ന് പൊള്ളി, എന്നാ ഒരു ഇതാ, ഒന്ന് കേട്ടോ കിട്ടങ്ങള്. പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെ പേരുകൾ പറഞ്ഞ് അപമാനിക്കുന്നു. കൂടാതെ അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡുമാരെ, അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരെ, അമ്മമാരെ ഒക്കെ അതെനിക്ക് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ആ ഭാഷ തന്നെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന കുറച്ചധികം ഓൺലൈൻ മീഡിയാസ്, അതായത് വെർബൽ റേപ്പ് ചെയ്യുന്ന കുറച്ചധികം യൂട്യൂബേഴ്സ്, അവർക്കെതിരെ നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമം ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമം പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ. നല്ലൊരു കാര്യമാണത്. കാരണം സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ വൃത്തികേട് വളരുക അല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ തന്നെ പറയണം. പക്ഷെ താങ്കളുടെ ചാനലിൽ എന്തൊക്കെയോ കണ്ടല്ലോ. ഷെഫീന ബിയുമായിട്ട് എന്ത് യുദ്ധം നടക്കുന്നുണ്ടല്ലേ? അപ്പൊ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആർട്ടിക്കിൾ 2019 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ. അതെല്ലാവർക്കും ബാധകമാണ് കേട്ടോ. എന്തായാലും ഇവര് ഒരു ഫാമിലിയിലേക്ക് ഇടപെടൽ നടത്താത്തൊരു വ്യക്തിയാണല്ലോ. അതുകൊണ്ടാണല്ലോ റിയാലിറ്റി ബൈ ശാരിക സത്യം മാത്രം പറയുന്നത്. നിങ്ങളിതൊന്ന് കേട്ടോ കേട്ടാ. അപ്പോഴും ഓരോ ആഴ്ചയിലും ഓരോ മാസവും ഈ ഇപ്പൊ അമ്മയെ ഇഷ്ടമല്ലാത്ത കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ഇഷ്ടംപോലെ പൈസ പിടുങ്ങി തിന്നിട്ടുണ്ട്. അതിന്റെ സാക്ഷിയും കൂടാണ് ഞാൻ. അപ്പൊ ഇതിനെന്താ പറയാ ചേച്ചിയെ? വേറെ ആളുടെ വീട്ടിൽ നടക്കുന്ന കാര്യല്ലേ? ഇതൊക്കെ പബ്ലിക്കിൽ മുന്നിൽ പറയാൻ പാടുണ്ടോ? ചേച്ചി വല്ലാത്തൊരു ചേച്ചി തന്നെ. റിയാക്ട് ചെയ്യാറുണ്ട്, അഭിമുഖങ്ങൾ നടത്താറുണ്ട്, ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എന്നതല്ലാതെ നമ്മൾ ഒരാളെയും നമ്മുടെ ചാനൽ വെച്ചിട്ട് അവരുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാളെയും വ്യക്തിഗത ആർക്കും അവകാശമില്ല. എല്ലാവർക്കും കണ്ടന്റ് ചെയ്യാം, റിയാക്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും അവരുടെ കുഞ്ഞുങ്ങളെ പറയാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. അവർക്ക് പറയാൻ, ഇപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാനവും അഭിമാനവും ഉണ്ട് ഇവിടെ ജീവിക്കാനും അന്തസ്സായിട്ട് കാര്യങ്ങൾ തിരിച്ചു പറയാൻ. അതെ അതെ അതെ, ചേച്ചി കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റുള്ള കുടുംബത്തിന് നടക്കുന്ന കാര്യമല്ലേ കേട്ടോ. അത് പബ്ലിക്കിൽ ആർക്കും റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കിച്ചുവിനെ കുറിച്ചിട്ട് എന്തും പറയാ, അന്ന് കുഴപ്പമുള്ള കാര്യമല്ല. ചേച്ചി എന്തായാലും പടപരുതിക്കൊണ്ടിരിക്കുകയല്ലേ. ചേച്ചിക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ഇതൊന്ന് കേൾക്കാം. അവള് എടുത്തിട്ട് തലയിൽ കവിച്ചിട്ട് പറഞ്ഞു, ആ കിച്ചു ആ കിടന്ന് വിളിക്കും. ഞാൻ എന്തിനാടി അവൻ ഈ പാതിരാത്രിയൊക്കെ വിളിക്കുന്നത്? അവന് പൈസ വേണം, എപ്പോഴും പൈസ വേണം. കൊടുക്കുന്നത് 300, 200, 500 ഒന്നും അല്ല, 3000, 4000, 5000 ഒക്കെയാണ് അവന്റെ പോക്കറ്റ് മണിയായിട്ട് അവൻ ചോദിക്കുന്നത് ആഴ്ചയിൽ. അവൾ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടുകൾ എന്നെ കാണിച്ചു, നീ കാണടി, ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ എന്നെ വിളിക്കുന്നത്. പൈസ തീർന്നു കഴിയുമ്പം അമ്മയെന്നും പറഞ്ഞ് വിളിക്കൂ അത്രേ. ഇത് വ്യക്തിഹത്യ ഒന്നല്ല കേട്ടോ. ഒരു റിയാലിറ്റി ബൈ ശാരികക്ക് റിയാലിറ്റി പറഞ്ഞുകൂടെ? ഒരു റിയാലിറ്റി പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ഇതിനിടയിൽ വേറൊരു സാധനം എനിക്ക് കാണിച്ചു തരാണ്ട്. കൂട്ടത്തിൽ ഞാനും കൂടി ഒന്ന് കുളിക്കട്ടെ. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതും കൂടി കേൾക്കട്ടെ. ചില ആൾക്കാർ, വളരെ കുറച്ച്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, വളരെ കുറച്ച് യൂട്യൂബേഴ്സ്. അതെ, വളരെ കുറച്ച് യൂട്യൂബേഴ്സ്. അത് ആരാണെന്ന് കേട്ടോ കൂടെ. പറയുന്നതിനും വേണം അവിടെ ഒരു അന്തസ്. നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ പണിക്ക് പോയി നിന്റെ അമ്മയെ നോക്കിയവനാണെങ്കിൽ ഓക്കെ. നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ നിനക്ക് 10 വയസ്സല്ല പ്രായം അല്ലേ? അപ്പോൾ ഈ അച്ഛൻ മരിക്കുമ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ട്? പണിയെടുക്കാൻ പറ്റുന്ന പ്രായമായിരുന്നു നീ എന്തായാലും അല്ലേ? അപ്പോൾ അമ്മ അത്ഭുതത്തിന് അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല അമ്മ ഞാൻ പണിയെടുക്കാൻ പോയിക്കോളാം, അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു പാഷനായിട്ട് തുടങ്ങിക്കോ, വെറുതെ പോകണ്ട, അമ്മയ്ക്ക് ഞാൻ ചിലവിന് കൊണ്ടുതരാം, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഇതൊന്നും പറയാതെ അവർ അവിടെ നിന്ന് കിട്ടുന്ന 10,000 വാങ്ങിച്ചു കൂട്ടി നക്കി തിന്നിട്ട് നീ അവരെ കുറിച്ച് തിരിച്ചു പറഞ്ഞു നടക്കുന്നു. കുറച്ച് അന്തസ്സാവാം. അറ്റ്ലീസ്റ്റ് നീ ആ സുധിയുടെ മകനല്ലേ? പക്ഷെ സുധിയുടെ മകനാണ് നീ വലിയ ആത്മാഭിമാനത്തോടെ പറഞ്ഞത്. അപ്പൊ ആ മനുഷ്യനുള്ള ഒരു അന്തസ് നീ കാണിക്കും, കുറച്ച് അന്തസ് കാണിക്കും. ഈ കാര്യം എനിക്കും അങ്ങോട്ട് പറയാനുള്ളത്, കുറച്ച് അന്തസ് നിങ്ങളും കാണിക്കണം കേട്ടാ. നിങ്ങൾ എന്തൊരു ഉളുപ്പില്ലായ്മ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. അതായത് വ്യക്തിഹത്യ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ പ്രസ് മീറ്റ് നടത്തിയത്. അപ്പൊ നിങ്ങൾ എന്താ നടത്തിയത്? ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ കുഴപ്പമാവൂല്ലേ? അപ്പൊ നീ കുഴപ്പമില്ല. പിന്നെ ഷെഫീന ബീവിയുടെ ഗ്യാങ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയുക. അതുള്ളോകും ഷെഫീന ബീവിയും ഒക്കെ ഭയങ്കര പോട്ടിയാണ്, അത് ആദ്യം മനസ്സിലാക്കണം. ഇവർ തമ്മിലൊന്നും യാതൊരു കണക്ഷനും ഇല്ല. പിന്നെ എൻ്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ അവർ വിളിച്ചു എന്ന കാര്യം സത്യസന്ധമായ കാര്യം. അതിനർത്ഥം ഞാനും അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളതല്ല. ഞാനത് കൃത്യമായിട്ട് പറയും ചെയ്തിട്ടുണ്ട്.
പക്ഷെ നിങ്ങൾക്ക് ഒരു തൊഴുത്തിൽ എല്ലാവരും കെട്ടണം എന്നാണ് ആഗ്രഹമല്ലേ? ചേച്ചി ആള് എന്തായാലും കൊള്ളാം കേട്ടോ. ബാക്കി പറ. ഒരു 32ഓളം ചാനലുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആൾക്കാർ വ്യക്തിഹത്യ ചെയ്യാനായിട്ട്. അത് സെലുകളെന്നില്ല, ബിസിനസ് സംരംഭകരെന്നില്ല, നടികളെന്നോ നടന്മാരെന്നോ ഇല്ല. അങ്ങ് പറയും ഇവിടെ നിയമങ്ങളില്ലേ? അതന്നെ എനിക്കും ചോദിക്കണം. ഇവിടെ നിയമങ്ങളില്ലേ? വ്യക്തിഹത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 32ാമത്തെ പേജിൽ അല്ല ഇതില് ഗ്രൂപ്പിൽ ഒരു ചേച്ചിയും കൂടി ഞാൻ തരാം. പക്ഷെ കിച്ചു എങ്ങനെയാണ്? കിച്ചുവിന്റെ എതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണ്? ഏതെല്ലാം പോലീസ് സ്റ്റേഷൻ കിച്ചുവിന്റെ കേസുണ്ട്? അത് കിച്ചു നാട്ടുകാരോട് പറ. അത്ര പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ നിന്റെ അമ്മ എന്തായാലും നിനക്ക് മോശക്കാരിയായി. അപ്പോൾ നീ മോശക്കാരനല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കില്ലേ? ചുമ്മാ അങ്ങ് വന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയോ? അവരൊരു സെലിബ്രിറ്റിയാണോ? 10 പേർ അറിയപ്പെടുന്ന, ഇന്ന് ഒരുപാട് പേരാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ്. നിന്നെക്കാൾ ഒരുപാട് ഉയരങ്ങൾ നിൽക്കുന്നവൾ തന്നെയാണ്. നിന്റെ രണ്ടാം അമ്മ എന്നതിനേക്കാൾ കൂടുതൽ. സോ നീ അത് പറഞ്ഞേ മതിയാവും. നീ എന്താണെന്ന് നീ ആദ്യം ലോകത്തെ ബോധ്യപ്പെടും. നീ പെർഫെക്റ്റ് ആവും. നിനക്ക് അങ്ങനെ ഒരു പാസ്റ്റിൽ നിന്ന് നീ പറ. നീ പൈസ ഇത്രത്തോളം, അതായത് ഒരു 10-18 വയസ്സുള്ള പയ്യനെ എന്തിനാണ് ആഴ്ചയിൽ 7,000, 6,000, 4,000, 5,000 ഒക്കെ എന്തിനായിരുന്നു നീ സ്പെൻഡ് ചെയ്തിരുന്നു എന്ന് പറ. അത് ബോധ്യപ്പെടുത്തും ജനങ്ങളെ. എന്നിട്ട് വന്ന് സംസാരിക്കുക. എന്നിട്ട് വന്ന് നീ നെഞ്ചുവിരിച്ച് പറ നിന്റെ അമ്മയെ നിനക്ക് വെറുപ്പാണെന്ന്. ഇതൊന്നും വ്യക്തിഹത്യൊന്നുമല്ല കേട്ടാ. ഇതൊക്കെ കോടതി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി പറയാം ഇത് വ്യക്തിഹത്യൊന്നുമല്ല. എന്തിനാ മറ്റൊരാളുടെ ലൈഫിൽ കയറിയിട്ട് വർത്താനം പറഞ്ഞ എന്ത് വ്യക്തിഹത്യമല്ലേ? കിച്ചുവിന്റെ അമ്മ പൈസ കൊടുത്തല് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ ഇവരുടെ ആ ഒരു ഇതെന്താന്നുള്ളത്? ഇവർക്ക് ഒരാളോടെ വെറുപ്പുള്ളൂ, അത് ഷെഫീന ബീവിയോടാണ്. നിങ്ങൾ അത് ആ രീതിയിൽ തീർക്കണം. അല്ലാതെ 32 യൂട്യൂബർ, അങ്ങനെയാണെങ്കിൽ 32ൽ താങ്കളും പെടും, വേറൊരു വ്യക്തിയും കൂടിയും പെടും. ഞാൻ കാണിച്ചു തരാം. എന്തായാലും പൂജാ മേഡത്തിന് എന്താ പറയാനുള്ളത്? പൂജാ മേഡം എന്തായാലും കാര്യം അറിയാതെ ഇതിൽ പോയി പെട്ട് കിടക്കണമെന്ന് മനസ്സിലായി. കാരണം തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിമാരൊക്കെ തന്നെയാണ്. കാണാം. വ്യക്തിഹത്യ ചെയ്യോ? നമുക്ക് ഒരാളെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്കത് തരുന്നുണ്ട്. പക്ഷേ അത് ഏതറ്റം വരെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അത് നമ്മുടെ മൂക്കിൻ തുമ്പ് വരെ എന്ന്. അതെ, കേട്ടില്ലേ? നമ്മുടെ മൂക്കിൻ തുമ്പത്ത് വരെ വരാൻ പറ്റില്ല എന്നുള്ളതാണ് പൂജാ മേഡം പറയുന്നത്. പക്ഷെ ഇനി കേൾക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പൂജാ മേഡം ശ്രദ്ധിച്ച് കേൾക്കണം. പല തള്ളിക്കൊണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ, മനസ്സിലായല്ലോ? കേട്ടില്ലേ? ഇനി ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അതാ ഒന്നുകൂടി കേട്ടോളെ. പല തള്ളിക്കൊണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തെറി പറഞ്ഞു കഴിഞ്ഞാൽ അതാ 32 ആളുകളിൽ പെടൂല തോന്നുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് എന്തുകൊണ്ട് എനിക്ക് ഒരാളുടെ വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ അവനവന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മാനാഭിമാനമുണ്ടെന്ന് എന്തുകൊണ്ട് യൂട്യൂബേഴ്സ് ചിന്തിക്കുന്നില്ല? തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിയോടും കൂടി അത് പറയണം കേട്ടാ. ആ പയ്യന് അമ്മ പൈസ കൊടുത്തതൊക്കെയാണ് വിഷയം. പിന്നെ അവനെതിരെ കേസ് ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാത്ത ആളുകളെ പോലെ അറിയിക്കുന്നത് വ്യക്തിഹത്യ ഒന്നുമല്ല. അവൻ്റെ റിയാലിറ്റി ബൈ റിയാലിറ്റി പണ്ടാറും ആ ഒരു സാധനം അവൻ്റെ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് എന്തും പറയാൻ കേട്ടോ. അത് അവൻ മിണ്ടില്ലല്ലോ. അവൻ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചതാണ്. അവനിങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യം പോലും ഇല്ല. ഞാനത് റിയാക്ട് ചെയ്തിട്ട് വേണം അടുത്ത പണി കിട്ടാനെന്നുള്ളതാണ്. പക്ഷെ മേഡം പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ കേൾപ്പിച്ചു തരാം. എടാ ഞാനൂര് പോലത്തവരെടാ, നാണം കെട്ടവനെ, തൊന്തയില്ലാത്തവനെ, അങ്ങനെ തന്നെ നിന്നെയൊക്കെ പറയാം. എടാ നിനക്കൊക്കെ ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യ്. ഉറപ്പ് ചെക്ക് ചെയ്യ. കേട്ടില്ലേ ചേച്ചി? അല്ല മേഡം കേട്ടില്ലേ? പൂജ മേഡം കേട്ടില്ലേ? ചക്കിക്കൊത്തകൻ ചങ്കരൻ അങ്ങനത്തെ ഒരു സാധനമില്ലേ? അതന്നെ എല്ലാവരും കണക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ ഇതുവരെ ഞാനൊരു തെറി പോലും ഒരു ചാനലിൽ ഇതുവരെ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതുള്ളോക്ക് തെറി വിളിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുള്ളോക്ക് തെറി വിളിച്ചത് ആരെയെന്നറിയാം? കുട്ടികളെ റേപ്പ് ചെയ്തിട്ടുള്ള ചില ആളുകൾ, കുട്ടികളെ ഉപദ്രവിച്ച ചില ആളുകൾ, അവർക്കെതിരെയൊക്കെ ശക്തമായിട്ട് വൃത്തികേടുകൾ പറഞ്ഞു നടക്കുന്ന കുറേ എണ്ണത്തിന് തെറി വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പെടും. പക്ഷെ ഇതുവരെ ഈ പ്രസ്തുത വ്യക്തിയെയോ മറ്റുള്ള ഇത്തരം രീതിയിൽ നടക്കുന്ന ആളുകളെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഓക്കെ, ബാക്കി മേഡം കൂടി പറയുന്നുണ്ട്, കേൾക്കാം. അവര് മാധ്യമത്തിന് മുമ്പിൽ വരാതെ അവര് വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടേതായ ഫ്രീഡം അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കാം. അതിനുള്ള അധികാരം നമുക്കുണ്ടെന്നിരിക്കെ അവരെ കൂടെ വലിച്ചഴിച്ച്, ആക്ച്വലി ഞാൻ വിക്ടിമല്ല, ഞാൻ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മേഡം സംസാരിക്കേണ്ടത്, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങളൊരു ഹ്യൂമൻ റൈറ്റ് പ്രവർത്തകയാണെന്ന് പറയുന്നത്. മനുഷ്യാവകാശ പ്രവർത്തക എല്ലാവർക്കും വേണ്ടി സംസാരിക്കണം. ഇവിടെ ഈ പ്രസ്തുത വ്യക്തി പറയുന്നൊരു വാക്ക് കേട്ടോക്കെ. നീ എന്റെ മുന്നിൽ വന്ന് പറയടാ നായിന്റെ മോനെ, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. നീ എൻ്റെ മുന്നിൽ വന്ന് പറയടാ മോനെ. ഇതൊരു ഒരിക്കൽ വ്യക്തിഹത്യയല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഇനിയിപ്പോൾ അതുള്ളോക് എന്ന് പറയുന്ന വ്യക്തി ഇട്ട തമ്പനയിലാണ് ഇവർക്ക് പ്രശ്നം എന്ന് പറയുന്നത്. ആ തമ്പനയിലേക്ക് നയിച്ചിട്ടുള്ള ആ വ്യക്തി ഉണ്ടല്ലോ, ഹനാൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഇവർക്ക് ഒരു പരാതിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഷാരിക ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തതെന്ന് കൂടി കേൾക്കണ്ടേ? കേട്ടോ, നമ്മുടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ബിഗ് ബോസിലെ ഷാരിക. ഒന്നുകൂടി കേട്ടോളെ.
അറിയുന്നുണ്ട്. നമ്മുടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ബിഗ് ബോസിലെ ശാരിക. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ശാരിക. അപ്പൊ ശാരിക പിന്നെ അതൊന്നും പറയില്ല. ശാരികക്ക് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ കിച്ചുവിനെ എന്തും പറയാൻ കേട്ടോ. അതങ്ങനെയാണ്, അതാണല്ലോ കോടതി. ഇനി തൊട്ടടുത്തിരിക്കുന്ന മേഡത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ, അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഈ സോഷ്യൽ മീഡിയ മാധ്യമം എന്ന് പറയുന്ന മാധ്യമധർമ്മങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വെർബൽ റേപ്പ് എങ്ങനെയാണ് മാധ്യമധർമ്മം ആവുന്നത്? അത് തന്നെയാണ് മേഡം എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വെർബൽ റേപ്പ് എങ്ങനെയാണ് മാധ്യമധർമ്മമാകുന്നത് എന്നുള്ളത്. താങ്കൾ ഏതൊരു വ്യക്തിയുടെ അടുത്തിരുന്നു കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അടുത്തിരിക്കുന്ന വ്യക്തി പറയുന്നത് ഫുള്ള് വൃത്തികേടുകളാണ്, തെറികളാണ്, ന്യൂഡ് ഫോട്ടോ പുറത്ത് വിടും, അതാണ് ഇതാണെന്ന്. അത് ഞാൻ അവിടെ പുറത്തു വിടുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പുറത്തിടാത്തത്. ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നേ. തൊട്ടടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നു, നിങ്ങൾ തൊട്ടടുത്തിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അതിനോട് കൂട്ടുകൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ആ കൂട്ടത്തിൽ പിന്നെ വേറെ ബിന്ദു അങ്ങനെ എന്തൊരാളോ കാര്യം പറയുന്നു. ഈ രാജ് ടോക്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. എനിക്കത് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദയവ് ചെയ്ത് എൻ്റെ പൊന്നു മക്കളെ, ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ള ആളുകളെ നന്നാക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ തന്നെ നന്നാവുക നല്ലത്. ഇനി നിങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടി വേണമെങ്കിൽ ഇത് കേട്ടോ. പക്ഷേ ഇവിടെ ഒന്ന് ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വെച്ച് എന്താ പറയുക, അതിനെ വെച്ചിട്ട് അവൻ ഒരിക്കലും അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ ഒതുങ്ങി, അവൻ വളരെ എന്താ പറയുക, അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന, അതായത് അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. മാഡം, നിങ്ങൾ ഈ വ്യക്തിഹത്യ നടത്തിയ കൂട്ടത്തിൽ ഒരാളാണ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി. നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് സംസാരിച്ചെങ്കിൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. ഒരു പാട്ട് വേണമല്ലോ അല്ലേ? എന്നാൽ പാട്ടും കൂടി കേട്ട് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ വീണ്ടും വരാം. നീ വരുമ്പോൾ മഞ്ഞുകാലം കൺ തുറക്കുന്നു, പൊൻവയിൽ വന്നും വയ്ക്കാൻ കാത്തു നിൽക്കുന്നു, പറന്നുപോൽ പകൽ കിളി കൊഴിഞ്ഞ നിൻ കുറുമ്പുകൾ തിരിഞ്ഞുപോയി വരും വരെ നിലാവു കാത്തു നിൽക്കുമോ, ഇതു വെറുതെ നിൻ മനസ്സലിയാനൊരു മഴയുടെ സംഗീതം, രാവേറയായി പൂവേ പൊൻചെമ്പനീർ പൂവേ. അപ്പോൾ സുല